നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ചില വെർബുകളോടൊപ്പം ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ആണ് അല്ലേ. അതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് കുറച്ച് വാക്കുകൾ പഠിക്കാം. കണ്ടോ, ഇൻ ആണ്. അബ്സോർബ്ഡ് ഇൻ, ഡീഫ് ഇൻ, പൊളൈറ്റ് ഇൻ, റിസൾട്ടഡ് ഇൻ, വെൽ വേഴ്സ്ഡ് ഇൻ. കണ്ടോ, ഇതെല്ലാം വെർബുകൾ. ഈ വെർബിനോടൊപ്പം ചേർക്കുന്ന പ്രത്യേക ഏത് പ്രിപ്പോസിഷനാണ്? ഇന്നാണ് ചേർക്കുന്നത്. കണ്ടോ, അബ്സോർബ്ഡ് ഇൻ, ഡീഫ് ഇൻ, പൊളൈറ്റ് ഇൻ, റിസൾട്ടഡ് ഇൻ, വെൽ വേഴ്സ്ഡ് ഇൻ. അപ്പോൾ ഇന്നിൻ്റെ ചെറിയെണ്ണം പഠിച്ചു വയ്ക്കുക. ഫോർ ചേർത്ത് നോക്കിയേ. പ്രിപ്പയറിംഗ് ആണ് പ്രിപ്പയറിംഗ് ഫോർ, കെയർ ആണെങ്കിൽ ഫോർ, അപ്പോളജൈസ് ഫോർ, അക്കൗണ്ട് ഫോർ. ഇത്രയും ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കിയ അഡിക്റ്റഡ് ടു. ഈ ടൂവിൻ്റെ പ്രയോഗമാണ്. ടു എന്ന് ഈ അഡിക്റ്റഡ് എന്നുള്ള വെർബല്ലേ, ആ വെർബിനോടൊപ്പം അഡിക്റ്റഡ് കഴിഞ്ഞ് ടു ആണ് ചേർക്കേണ്ടത്. കോൺട്രറി ടു, പ്രിഫർ ടു, റെഫേർഡ് ടു, അഡ്മിറ്റഡ് ടു. അതാണ് ഇത്രയും വാക്കുകൾ. കുറേ വാക്കുകൾ കൂടുതലുണ്ട്. ഇനി അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് വീണ്ടും പഠിക്കാം. ഇൻറ്റു നോക്കിക്കേ. എൻഗേഡ് ഇൻറ്റു, അന്വേഷിക്കുക എന്നുള്ളത്. എൻഗേഡ് ഇൻറ്റു, പുട്ട് ഇൻറ്റു. ഉണ്ടോ, ഇൻറ്റു വരുന്നത് എൻഗേഡ് ഇൻറ്റു, പുട്ട് ഇൻറ്റു. അടുത്ത ഓൺ, ബേസ്ഡ് ഓൺ, ബെൻഡ് ഓൺ, റിലേ ഓൺ. റിലേ ഓൺ എന്നൊക്കെ മിക്കവാറും കാണാറുള്ള പരീക്ഷകൾ അല്ലേ. അപ്പോൾ ബേസ്ഡ് ഓൺ, ബെൻഡ് ഓൺ, റിലേ ഓൺ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എത്ര എണ്ണം പഠിച്ചു? 5ഉം 9ഉം 14, 18, 19 ഇന്നും പഠിച്ചു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിലും 19 പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതൊക്കെ നിങ്ങളൊന്നും ബൈഹാർട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോകാതിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.